ഇറാനിൽ ഇസ്രയേലിന് വേണ്ടി ചാരപ്പണി നടത്തി പിടിയിലായിരുന്ന മൊസാദ് ചാരനെ ഇറാൻ ഇപ്പോൾ വധിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ സൈന്യത്തിനും മൊസാദിനും അതീവ രഹസ്യങ്ങൾ ചോർത്തി നൽകിയ അഖിൽ കേശവർസ് എന്ന യുവാവാണ് ഇറാൻ സുരക്ഷാ സേനയുടെ പിടിയിലായിരുന്നത്. ഇയാൾ നടത്തിയത് 200-ലധികം രഹസ്യ ദൗത്യങ്ങളാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിഴൽ യുദ്ധത്തിന്റെ പുതിയ അധ്യായം തുറക്കുന്ന ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇറാൻ ജുഡീഷ്യറിയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഉർമിയ നഗരത്തിലെ ഒരു സൈനിക താവളത്തിന്റെ ചിത്രങ്ങൾ പകർത്തുന്നതിനിടയിലാണ് അഖിൽ കേശാവർ സുരക്ഷാ സേനയുടെ പിടിയിലാകുന്നത്. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണങ്ങളിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ഓഷർ എന്ന യൂസർ നെയിമിലുള്ള ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥനുമായി നടത്തിയ ആശയവിനിമയങ്ങൾ കണ്ടെടുത്തു. ഇസ്രയേൽ സൈന്യവുമായും മൊസാദുമായും ഇയാൾക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. ഇന്റർനെറ്റ് വഴിയായിരുന്നു പ്രധാനമായും ആശയവിനിമയം. തുടക്കത്തിൽ ഇറാൻ വിരുദ്ധ സന്ദേശങ്ങൾ അയച്ച് വിശ്വാസം നേടിയ ഇയാൾ പിന്നീട് ഇറാനിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇസ്രയേലിന് കൈമാറി. ഇയാളുടെ താമസ സ്ഥലത്ത് നടത്തിയ റെയ്ഡിൽ സുരക്ഷാ സ്ഥാപനങ്ങളുടെ വിലാസങ്ങൾ അടങ്ങിയ എൻക്രിപ്റ്റഡ് നോട്ട്ബുക്കുകളും കണ്ടെടുത്തിട്ടുണ്ട്. പിടിയിലാകുന്നതിന് മുമ്പ് ടെഹ്റാൻ, ഇസ്ഫഹാൻ, ഉർമിയ തുടങ്ങിയ നഗരങ്ങളിലായി ഏകദേശം 200-ലധികം ചാരദൗത്യങ്ങൾ ഇയാൾ പൂർത്തിയാക്കിയിരുന്നു. ലക്ഷ്യസ്ഥാനങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുക, വാഹനങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക തുടങ്ങിയവയായിരുന്നു ഇയാളുടെ ചുമതലകൾ. ഓരോ ദൗത്യം കഴിയുമ്പോഴും ക്രിപ്റ്റോ കറൻസി വഴിയാണ് മൊസാദ് ഇയാൾക്ക് പണം നൽകിയിരുന്നത്. ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല. വർഷങ്ങളായി ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദ് ഇറാനിൽ സജീവമാണ്. നിഴൽ യുദ്ധം എന്നാണ് ഈ പോരാട്ടത്തെ ലോകം വിശേഷിപ്പിക്കുന്നത്. മുമ്പ് ഇറാനിലെ ഉന്നത ആണവ ശാസ്ത്രജ്ഞരായിരുന്ന മുഹ്സിൻ ഫക്രിസാദയെ ടെഹ്റാനിൽ വെച്ച് റിമോട്ട് കൺട്രോൾ തോക്ക് ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിൽ മൊസാദ് ആണെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. കൂടാതെ ഇറാനിലെ അതീവ സുരക്ഷാ മേഖലയായ നദൻസ് ആണവ നിലയത്തിൽ നടന്ന സ്ഫോടനങ്ങളും സൈബർ ആക്രമണങ്ങളും മൊസാദിന്റെ ഓപ്പറേഷനുകളായി കണക്കാക്കപ്പെടുന്നു. 2018 ഇറാനിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് ടൺ കണക്കിന് ആണവ രേഖകൾ മോഷ്ടിച്ച് ഇസ്രയേലിലേക്ക് കടത്തിയതായി ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ അവകാശപ്പെട്ടിരുന്നു. ഇപ്പോൾ പിടിയിലായ അഖിൽ കേശവർസന് ഇറാൻ വിരുദ്ധ സംഘടനയായ മുജാഹിദീൻ അൽ ഖൽക്കുമായും ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇതും പഴയ പാറ്റേണുകൾ ശരിവെക്കുന്നതാണ്. ഇസ്രയേലിന് വേണ്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ ഇറാനെതിരെ പ്രവർത്തിച്ചതെന്ന് പ്രതി കുറ്റസമ്മതം നടത്തിയതായി ഇറാൻ കോടതി അറിയിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം ചാരവൃത്തികൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുമെന്ന് ഉറപ്പാണ്.